ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈദ് സ്പെഷ്യലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതും നമ്മുടെ കാസർഗോട്ടുകാർക്ക് ഏറെ പ്രിയമുള്ള പിരിയട, നെയ്യട, പൂവട എന്നും പല ആൾക്കാരും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. വളരെ പെർഫെക്റ്റും ക്രിസ്പിയുമായിട്ട് എങ്ങനെയാണ് ഈ പിരിയട ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. 3.5 കപ്പ് മൈദ എടുത്തതിന് ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും 2 മുട്ടയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ചപ്പാത്തി മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത മാവ് ചപ്പാത്തിയുടെ പോലുണ്ടല്ലോ, ആ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം. ഇനി അല്പം മൈദ വിതറിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുക്കുന്ന സമയം കൂടുതൽ കട്ടിയാവാൻ പാടില്ല. നന്നായിട്ട് കട്ടിയായാൽ നല്ലപോലെ ക്രിസ്പി ആവില്ല. അതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ട് ഒരേ ലെവലിൽ തന്നെ പരത്തിയെടുക്കണം. ഒരു ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ കുറച്ച് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു ബോട്ടിലിൻ്റെ മൂടി എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ എല്ലാം തന്നെ കട്ട് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. വലിയ ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഫുൾ തീയിലാകുമ്പോൾ പെട്ടെന്ന് കളർ ചേഞ്ച് ആവാനും കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്, കരിഞ്ഞ മണം വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം തീയിൽ വെച്ചിട്ട് എല്ലാം ഒരേപോലെ ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ലൈറ്റായിട്ട് ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. നല്ല മധുരത്തിന് വേണ്ടിയാണ് 1 കപ്പ് ചേർത്ത് കൊടുത്തത്. ലൈറ്റായിട്ട് മധുരം മതിയെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പഞ്ചസാര മെൽറ്റാവുന്നത് വരെ വീണ്ടും വഴറ്റിയെടുക്കണം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൈയെടുക്കാത്ത രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. പഞ്ചസാരയെല്ലാം മെൽറ്റായി ഗോൾഡ് കളറായി വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി വീണ്ടും 1 മിനിറ്റും കൂടി വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതേ പാത്രത്തിൽ വെച്ചാൽ അടിക്ക് പിടിച്ച് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി പരത്തി വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പൂരി ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് ഫില്ലിംഗ് വെച്ച് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വിരൽ വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ഒന്ന് വിരൽ വെച്ചു കൊടുക്കണം. അപ്പോൾ ആ ഭാഗത്തേക്ക് ഫില്ലിംഗ് ആവില്ല. എന്നിട്ട് മുകൾ ഭാഗം പ്രസ് ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. എല്ലാ ഭാഗവും ഒട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിരൽ വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗവും ഒട്ടിച്ചെടുക്കണം. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. നഖം കൊണ്ട് അകത്തേക്ക് ഇങ്ങനെ മടക്കിയാൽ മതി. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള പൂവട റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം സൈഡിലെല്ലാം വെള്ളം നനക്കണം. ഇനി ഒന്ന് കുഴിച്ചെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ വിരൽ വെച്ചു കൊടുക്കണം. അപ്പോൾ ആ ഭാഗത്തേക്ക് ഫില്ലിംഗ് ആവില്ല. ഫില്ലിംഗ് എല്ലാ സൈഡിലും ആയാൽ ഒട്ടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി മുകൾ ഭാഗം നന്നായിട്ട് അമർത്തുക. ഇനിയിപ്പോൾ ഈ സൈഡും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ വിരൽ വെച്ച ഭാഗം ഉണ്ടല്ലോ, വിരൽ എടുത്തതിന് ശേഷം ആ ഭാഗത്തും ഒട്ടിച്ചെടുക്കണം. ഇനി നല്ലപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഡിസൈനാക്കി എടുക്കുക. ഇതിങ്ങനെയാണ് ഇത് മടക്കിയെടുക്കേണ്ടത്. ഈ സമയം തന്നെ ഞാനിവിടെ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം മുഴുവനും നമുക്ക് ഇതേപോലെ മടക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂടായി കിടക്കുന്ന ഓയിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് മെനക്കെട്ട ജോലി എന്ന് പറയുന്നത് പരത്തിയിട്ട് കുഞ്ഞു കുഞ്ഞു വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ നമുക്കെല്ലാം ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് ഈ അടയിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനുള്ളത്. ഇനി മുകളിലേക്കെല്ലാം ഇങ്ങനെ പൊങ്ങി വരുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് മീഡിയം തീയിലേക്ക് കൊണ്ടുവരണം. ഇനി കൈ എടുക്കാത്ത രീതിയിൽ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. തിരിച്ചും മറിച്ചും ഇളക്കി കൊടുത്തില്ല എങ്കിൽ ഒരു ഭാഗം മാത്രം ഫ്രൈ ആവും, മറ്റേ ഭാഗം വെളുത്ത കളറിൽ തന്നെ ഉണ്ടാവും, സോഫ്റ്റായിട്ട് കിടക്കും. അങ്ങനെയാകുമ്പോൾ ഈ റെസിപ്പി പെട്ടെന്ന് തന്നെ കേടാവും. നമ്മൾ എല്ലാ ഭാഗവും ഒരുപോലെ ക്രിസ്പിയാക്കി എടുത്താൽ ഇത് 2 മാസം വരെ കേടാവാണ്ട് സൂക്ഷിക്കാനൊക്കെ പറ്റും. എനിക്കിപ്പോൾ ഇത് ഗൾഫിലേക്കുള്ള ഓർഡറാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കാഷ്യൂ നട്ടൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ടൊക്കെ ചേർത്ത് കൊടുക്കാം, കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വെല്ലത്തിൻ്റെ പണ്ടത്തിൽ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു മുറി തേങ്ങക്ക് 300 ഗ്രാം വെല്ലം മെൽറ്റാക്കണം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാക്കി അരിച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പണ്ടം ഇട്ട് ഒരു 3/4 മണിക്കൂർ നന്നായിട്ട് ചെറിയ തീയിൽ തേങ്ങാപ്പണ്ടം വേവിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ ബാച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ചില ആൾക്കാർ ഇത് വെല്ലത്തിൻ്റെ പണ്ടം വെച്ചിട്ടാണ് ഉണ്ടാക്കൽ, ചില ആൾക്കാർ തേങ്ങ വെച്ചിട്ടുണ്ടാക്കും. തേങ്ങയുടെ കൂടെ റവ ചേർക്കുന്ന ആൾക്കാരുണ്ട്. തേങ്ങയുടെ കൂടെ റവ ചേർക്കുന്നുണ്ടെങ്കിൽ, അതായത് തേങ്ങയും പഞ്ചസാരയും മാത്രം ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് റവ നെയ്യിൽ വറുത്ത് തേങ്ങയുടെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. റവ വറുത്തെടുക്കുന്ന സമയം നല്ല ഗോൾഡ് കളർ ആവണം. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും ഗോൾഡ് കളർ ആവണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ ഇവിടെ എല്ലാം ഗോൾഡ് കളറായിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഫ്രൈ ആവാനുണ്ട്. അപ്പോൾ എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞാൽ, എല്ലാം ഒരേ ലെവലിൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ നിന്നും വാങ്ങാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ ഐറ്റമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചില ആൾക്കാർ മൈദയിലേക്ക് മുട്ട ചേർക്കാറില്ല. അങ്ങനെയാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇനി ക്രിസ്പി ആയാലും 2 ദിവസം കഴിഞ്ഞാൽ സോഫ്റ്റ് ആകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഇതേപോലുള്ള പെരുന്നാളപ്പവും ബാക്കിയുള്ള എല്ലാ ഐറ്റംസിനും വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.